രാജ്യത്തിനും അതിൻ്റെ സ്വാതന്ത്ര്യം ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നത് വെറും രാഷ്ട്രീയമോ ഭരണപരമോ ആയ ഒരു മാറ്റമല്ല. അത് കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും സമരങ്ങളും ചേർന്ന് നെയ്തെടുത്ത അമൂല്യമായ നേട്ടമാണ്. എല്ലാ വർഷവും ആഗസ്റ്റ് 15-നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 1947 ആഗസ്റ്റ് 15-ന് ഏകദേശം 2.5 നൂറ്റാണ്ട് നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് വിരാമമിട്ട് ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി. 17-ാം നൂറ്റാണ്ടിൽ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു. 1757-ലെ പ്ലാസി യുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷുകാരുടെ ശക്തി വർദ്ധിച്ചു. ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുകയും ജനങ്ങൾക്ക് കനത്ത നികുതികൾ ചുമത്തുകയും സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യവസായങ്ങളും കൃഷിയും ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടു. വിദ്യാഭ്യാസം, തൊഴിൽ, ഭരണ സംവിധാനം എന്നിവയിൽ ഇന്ത്യക്കാർക്ക് പലവിധ വിവേചനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി, ബഹദൂർ ഷാ സഫർ തുടങ്ങിയവർ ഈ സമരത്തിൽ നേതൃത്വം നൽകി. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ സംഘടിതമായി മുന്നേറി. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പുതിയ ദിശ കൈവരിച്ചു. അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആയുധങ്ങൾ. അസഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, വ്യക്തി സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയവ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിച്ചു. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസവും ദേശസ്നേഹവും വളർത്തി. സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി നേതാക്കൾ തങ്ങളുടെ ജീവിതം രാജ്യത്തിനായി സമർപ്പിച്ചു. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ആനി ബസന്റ്, സരോജിനി നായിഡു തുടങ്ങിയ അനേകം നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തമായ നേതൃത്വം നൽകി. കേരളത്തിൽ കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, അക്കമ്മ ചെറിയാൻ, എ.കെ. ഗോപാലൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരുടെ സംഭാവനകളും വളരെ വലുതായിരുന്നു. 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി അദ്ദേഹം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ഇന്ത്യയുടെ പുതിയ യാത്രയുടെ തുടക്കമായി. രാജ്യത്തുടനീളം ആഗസ്റ്റ് 15 അതീവ ആവേശത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും സായുധ സേനയുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തുന്നു. ദേശീയ ഗാനം ആലപിക്കുകയും ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിക്കുകയും പ്രസംഗങ്ങൾ, റാലികൾ, കലാപരിപാടികൾ, ക്വിസ് മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനം നമ്മെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദേശീയ ഐക്യം, മതസൗഹാർദ്ദം, ജനാധിപത്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ മഹത്വം ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും ഭരണഘടനയെ മാനിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും ഈ ദിനം ഓരോ പൗരനെയും പ്രചോദിപ്പിക്കുന്നു. വിദ്യാർത്ഥികളാണ് നാളത്തെ ഇന്ത്യയുടെ ശില്പികൾ. നല്ല വിദ്യാഭ്യാസം നേടുക, അച്ചടക്കം പാലിക്കുക, ശുചിത്വം കാത്തു സൂക്ഷിക്കുക, നിയമങ്ങൾ അനുസരിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, ദേശീയ പതാകയെയും ദേശീയ ചിഹ്നങ്ങളെയും ആദരിക്കുക, സമൂഹ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നിവ ഓരോ വിദ്യാർത്ഥിയുടെയും കടമയാണ്. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ അനേകം ധീരദേശാഭിമാനികൾ ജീവൻ ബലിയർപ്പിച്ചു.
അവരുടെ ത്യാഗഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് രാജ്യത്തിൻ്റെ വികസനത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഓരോ ഇന്ത്യക്കാരനും പ്രതിജ്ഞ ചെയ്യണം. നമ്മുടെ രാജ്യം ലോകത്തിന് മാതൃകയാകുന്ന ശക്തവും സമ്പന്നവും സമാധാനപരവുമായ രാഷ്ട്രമാക്കി മാറ്റുക എന്നത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. തുടർന്നും ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.